വൈകുന്നേരം ആയപ്പോൾ ജ്വാന ഈ തുള്ളിച്ചാടി പോകുന്ന എങ്ങോട്ടാണെന്നറിയാവോ? ജ്വാനയുടെ സ്കൂളിലേക്കാണേ. ജ്വാന മാത്രമല്ല, ഞങ്ങളും ഉണ്ട്. ഇന്ന് ജ്വാനയുടെ സ്കൂളിൽ സ്പ്രിംഗ് വാക്ക് ത്രൂ ആ. സ്പ്രിംഗ് വാക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സ്പ്രിങ്ങിലാവുമ്പോൾ പിള്ളേർ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി സ്കൂളിൽ നമ്മളെ വിളിക്കാറുണ്ട്. ഇതൊക്കെ എലിമെൻ്ററി സ്കൂളിലേ ഉള്ളോ അതോ ഇനി മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും ഒക്കെ ഇതുണ്ടോ എന്നും എനിക്കറിയില്ല. ജ്വാന ഏതായാലും ഈ വർഷം കൂടെ ഈ സ്കൂളിലുള്ളൂ. ഇവിടുത്തെ ലാസ്റ്റത്തെ സ്പ്രിംഗ് വാക്ക് ത്രൂ ആണ്. ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ വന്നേക്കുന്നത്. ഈ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടോ? നമ്മുടെ തുണിക്കടയിൽ ഇട്ടേക്കുന്ന പോലെ ഇട്ടേക്കുന്നത്. ഇത് കൂടാതെ ലെഫ്റ്റ് സൈഡിൽ കുറേ ബിന്നിലും കുറേ മേശപ്പുറത്തും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ പിള്ളേർ സ്കൂളിൽ ഇട്ടിട്ട് പോകുന്ന സാധനങ്ങളാണ്. ഈയിടെ സ്കൂളിൽ നിന്നൊരു മെയിൽ വന്നേക്കുക. ഇനി പിള്ളേർക്ക് വീട്ടിൽ ഇടാനുള്ള ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടോ എന്നും ചോദിച്ചു. ഇത്രമേൽ ഡ്രസ്സ് അവിടെ കുന്നുകൂടി, ഇനി സ്ഥലമില്ല അവർക്ക് വെക്കാനെന്നും പറഞ്ഞു. ഡ്രസ്സ് മാത്രമല്ല, ഷൂസ്, ചില ലഞ്ച് ബാഗ്, ലഞ്ച് ബോക്സ്, ഇതെല്ലാം ഇട്ടിട്ട് പോരും. ഇപ്പം പറഞ്ഞു വന്ന ജ്വാനയുടെ ക്ലാസ്സിലെത്തി. ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് പല പല സബ്ജക്റ്റ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇൻസ്റ്റഡ് ഒരു മെയിൻ ക്ലാസ് ടീച്ചർ കാണും. ആ ക്ലാസ് ടീച്ചറിന് ഒരു ക്ലാസ് റൂം കാണും. അവിടെയാണ് ഈ പിള്ളേരെല്ലാം ചെന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ സബ്ജക്ട്സിന് സയൻസോ അങ്ങനെ വല്ലോ ക്ലാസ്സിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ ക്ലാസ്സിലേക്ക് പോവുക ചെയ്യുന്നത്. ഈ വർഷം ഇവർ ചെയ്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിപ്പം സ്പേസിനെ കുറിച്ചായിരുന്നു. സയൻസിൽ കുറേ പഠിക്കാനുണ്ടായിരുന്നു, പ്ലാനറ്റ്സിനെ കുറിച്ച്. അപ്പോൾ അതിൽ ഓരോന്നും പഠിക്കുന്ന കൂടെ തന്നെ ഇവരൊരു പ്രോജക്റ്റും ചെയ്യും. അങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാമാണ് ഈ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് ഈ ക്ലാസ്സിലുടനീളം. ഇത് ഈ ക്ലാസ്സിൽ നേരത്തെ പഠിച്ചു പോയ കുട്ടികളുടെ ക്ലാസ് ഫോട്ടോസ് ആണ്. പിന്നെ ഇവരുടെയും ഉണ്ട് കേട്ടോ. ഇവരുടെയും പല ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോസും പിന്നെ ടീച്ചറിൻ്റെ കുറേ ബോർഡ്സും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് മാത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇത് കാർഡ്ബോർഡ് ബോക്സസ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ആനിമലിനെ ഉണ്ടാക്കാം. എന്നിട്ട് ആ ബോക്സസ് എല്ലാം കൂടെ കൂട്ടി ഹോൾ ആനിമലിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ജ്വാന ചെയ്തത് പോളാർ ബെയർ ആയിരുന്നു. അപ്പം ജ്വാനയുടെ പോളാർ ബെയർ ഇപ്പം കാണിച്ചു തരും ജ്വാന. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ ഒരു ഫയൽ വെച്ചിട്ടുണ്ട്. ആ ഫയലിൻ്റെ അകത്ത് പോളാർ ബെയറിനെ കുറിച്ചുള്ള റിസർച്ച് ഇവർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ്. പിന്നെ ഒരു പോമും കാണും. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള അവരുടെ കഴിവനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അവളുടെ പോളാർ ബെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ അവൾ എഴുതിയൊരു പോമാണ് ഇനി ഞാൻ ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ഫീൽ പ്രൗഡ് ഓഫ് ഹർ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി ക്ലാസ് ടീച്ചറിൻ്റെ കൂടെ ഒരു ഫോട്ടോയും ഒക്കെ എടുത്തു. അപ്പോൾ ഈ ദിവസം നോർമലി നമ്മൾ കാണുമ്പം ടീച്ചറിനെ കാണാൻ വരുന്നത് ആ ഗ്രേഡിലെ അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ പിള്ളേർ മാത്രമായിരിക്കുകയല്ല. ഇവിടെ നിന്ന് പഠിച്ചു പോയി മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും ഉള്ള പിള്ളേർ വരെ ഈ ടീച്ചേഴ്സിനെ, ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ വരും. ഇതെന്ന് വെച്ചാൽ ജ്വാനയും ഫ്രണ്ട്സും കൂടെ അവർ ബിഗിനിങ് ഓഫ് ദ സ്കൂൾ ഇയറിൽ അവരെടുത്ത കുറേ പിക്ചേഴ്സ് അവരുടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ദേ ലുക്ക് സോ യങ്, ദേ ലുക്ക് സോ സ്മോൾ എന്നൊക്കെ പറയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി അടുത്ത ക്ലാസ്സുകളിലും ജ്വാനയുടെ ഇവിടെ എന്ന് വെച്ചാൽ ഷഫിൾ ചെയ്യും കേട്ടോ പിള്ളേരെ. ഓരോ ക്ലാസ്സിലും പിള്ളേരെ ഷഫിൾ ചെയ്യും. ഈ വർഷത്തെ കൂട്ടുകാരായിരിക്കുകയല്ല അടുത്ത വർഷം നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. സോ ഇവർ മിക്സപ്പ് ചെയ്യുമ്പോൾ പല ഫ്രണ്ട്സും പല ക്ലാസ്സിൽ പോവും. അപ്പം വേറെ ക്ലാസ്സിൽ പോയി അവരുടെ ആക്ടിവിറ്റീസും അവരുടെ പ്രോജക്ട്സും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ ആ ക്ലാസ്സിലും കൂടെ ഒന്ന് കയറി ഇറങ്ങി. ഈവൻ പ്രോജക്ട്സ് ആണെങ്കിലും ക്ലാസ് റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ഒക്കെ ആ ക്ലാസ്സിലെ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടീച്ചർ ഏത് സബ്ജക്ട്സിനാണോ അല്ലെങ്കിൽ ഏത് ക്രൈറ്റീരിയക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും ആ ക്ലാസ്സിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ഒക്കെ പോകുന്നത്. എല്ലാം ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈവൻ ഈ ഡെസ്കും ചെയറും വരെ ഇടുന്നത് വരെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതെന്ന് ആ ക്ലാസ് ടീച്ചറാണ് തീരുമാനിക്കുന്നത്. ഈ ക്ലാസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ സ്കൂളുകൾക്കൊക്കെ വലിയ വലിയ ജനലല്ലേ. അപ്പം ജനലിൽ കൂടെ നോക്കുമ്പോൾ കണ്ടോ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടും അവിടെ വന്ന് നിൽക്കുന്നവരെയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സ്കൂളിൻ്റെ മുറ്റത്ത് നിറച്ച് പൂത്ത് നിൽക്കുന്നൊരു മരമുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്നൊരു പിക്ചറും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പോന്നു.